ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഇഫ്താറിനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള 2 ഐറ്റംസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു ജ്യൂസ് ഐറ്റംസും പിന്നെ ഒരു സ്നാക്ക് ഐറ്റംസും ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ നമുക്ക് നോക്കിയാലോ. ആദ്യം ഞാൻ നമ്മുടെ ക്യാരറ്റ് വെച്ചിട്ടുള്ള ലൈമാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അതിനായിട്ട് ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പഞ്ചസാരയും പിന്നെ മിൻറ്റ് ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അധികം വെള്ളമൊന്നും ചേർക്കാതെയാണ് കേട്ടോ ഞാനിത് അടിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. അതിനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കസ്കസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റ് ജ്യൂസിൽ അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലെമൺ ജ്യൂസും അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി തണുത്ത നല്ല വെള്ളം ഈ ഒരു ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് മിൻറ്റ് ലൈം ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ആരെങ്കിലും തയ്യാറാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കട്ടോ. ഒരു അടിപൊളി ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. നമ്മളെന്നും ഒരുപോലെ നാരങ്ങ വെള്ളമല്ലേ കുടിക്കാറ്. അതിൽ നിന്നും ഒരു എന്താ പറയുക, സൂപ്പറായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലെമൺ ജ്യൂസാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ടൊരു സ്നാക്കാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. ഇതും വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു സോസ് പാന് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഒണിയൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടോ. ഈ മസാല വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ സമൂസയിലേക്കൊക്കെ ചേർത്ത് കൊടുക്കുന്ന സെയിം മസാലയുണ്ടോ. അതുകൊണ്ട് അധികം ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇവിടെ മസാല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു എഗ്ഗ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ സമൂസയുടെ ഷീറ്റാണ് കേട്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പം ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഒരു പാനിലേക്ക് ഒരല്പം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ സമൂസയുടെ ഷീറ്റൊക്കെ എടുത്തിട്ട് നമ്മുടെ എഗ് ബാറ്റർ ഉണ്ടല്ലോ അതിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ പാനിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുമല്ലോ നമ്മൾ, അതുപോലെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ചെറിയൊരു സോസ് പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കുന്ന ആളുകൾക്ക് പാനിൻ്റെ വലുപ്പം ഒന്ന് കൂട്ടിയിട്ട് എടുക്കുക കേട്ടോ. അതിനായിട്ട് ഷീറ്റും കൂടുതലായിട്ട് എടുക്കുക, അതുപോലെ തന്നെ മസാലയും കൂടുതലായിട്ട് എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഷീറ്റൊക്കെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ കയ്യിൽ ഒറിഗാനുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കട്ടെ. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ നമ്മുടെ സമൂസേൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ എഗ് ബാറ്ററിൽ മുക്കിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു മസാല ഉണ്ടല്ലോ അത് ഫില്ലാകുന്ന രൂപത്തിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി വന്നിട്ടുള്ള ഈ ഒരു എഗ് ബാറ്റർ ഉണ്ടല്ലോ അത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ താഴെ ഭാഗത്തേക്കൊക്കെ എത്തുന്ന രൂപത്തിൽ ഒന്നാക്കി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഒരു 10-15 മിനിറ്റൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് ഈ പാനിൽ നിന്നും തിരിച്ചിടാൻ കഴിയാത്തതുകൊണ്ട് ഞാനിപ്പോൾ വേറൊരു പാനിലേക്ക് അത് മാറ്റി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വലിയൊരു പാനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചിടാനൊക്കെ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെന്നും സമൂസയൊക്കെ അല്ലേ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ സമൂസയിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് കേട്ടോ. ഇഫ്താറിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട എന്തായാലും കമൻറ്റിലൂടെ പറയണം കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.